സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ വായിച്ച 4 വാർത്തകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോഴേ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്. SP ബാലസുബ്രഹ്മണ്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകാരൻ അന്തരിച്ചു എന്നുള്ളൊരു വാർത്തയോട് ഞാൻ കണ്ടു. അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്ന കൂടെ തന്നെ 14 പുതിയ വാക്കുകൾ വൊക്കാബുലറിയും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പത്രം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ 232 233 പാഠങ്ങൾ എൻ്റെ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വാർത്ത നോക്കാം. SP ബാലസുബ്രഹ്മണ്യം ഡൈസ്. Legendary playback singer SP Balasubramaniam, popularly known as Balu and SPB, who enthralled millions of people with his youthful voice, died on Friday while undergoing treatment of COVID-19 in a Chennai hospital. He was 74. ടൈറ്റിൽ പറഞ്ഞത് SP ബാലസുബ്രഹ്മണ്യം ഡൈസ് എന്നാണ്, ഡൈഡ് എന്നല്ല. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ 232 233 പാഠങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അത് മരിച്ചു എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം. ലെജൻഡറി എന്ന് പറഞ്ഞാൽ ഐതിഹാസികമായ, അത്ര പോപ്പുലർ ആണ് എന്നുള്ളൊരു അർത്ഥമാണ്. പ്ലേ ബാക്ക് സിംഗർ, പാട്ടുകാരൻ SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹത്തെ പോപ്പുലർലി നോണസ്, അങ്ങനെയായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്താണ് ബാലു എന്നും അല്ലെങ്കിൽ SPB എന്നും അറിയപ്പെട്ടുകൊണ്ടിരുന്ന. ഹൂ എൻത്രോൾഡ് എന്ന് പറഞ്ഞാൽ വശീകരിച്ച. ആരെ വശീകരിച്ചാണ്? മില്യൺസ് ഓഫ് പീപ്പിൾ. ഓക്കെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ വശീകരിച്ചാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. വിത്ത് ഹിസ് യൂത്ത്ഫുൾ വോയിസ് എന്ന് പറഞ്ഞാൽ യൗവനത്തിൻ്റെ ആയിട്ടുള്ളൊരു ശബ്ദമാണ്, ഒരു നല്ല ചെറുപ്പക്കാരൻ്റെ സൗണ്ടാണ്. ഡൈഡ് ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച മരിച്ചു. വൈൽ അണ്ടർഗോയിങ്, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫോർ COVID-19 ഇൻ എ ചെന്നൈ ഹോസ്പിറ്റൽ. അദ്ദേഹത്തിന് 74 വയസ്സായിരുന്നു. നമുക്കൊന്നുകൂടെ വായിക്കാം. SP ബാലസുബ്രഹ്മണ്യം ഡൈസ്. Legendary playback singer SP Balasubramaniam, popularly known as Balu and SPB, who enthralled millions of people with his youthful voice, died on Friday while undergoing treatment of COVID-19 in a Chennai hospital. He was 74. ഇന്ന് രാവിലെ ഞാൻ വായിച്ച വാർത്തയാണ്. സിംഗർ SP ബാലസുബ്രഹ്മണ്യം എക്സ്ട്രീംലി ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ. ഇവിടെ ഹോസ്പിറ്റലുകാർ അറിയിച്ചൊരു കാര്യമാണ്. എന്താണ്? SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്ന് ഹോസ്പിറ്റൽ അറിയിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാർത്ത, വെറ്ററൻ പ്ലേബാക്ക് സിംഗർ SP ബാലസുബ്രഹ്മണ്യം, battling COVID-19 since last month, is in an extremely critical condition, the hospital treating him said on Thursday. The bulletin from MGM Healthcare in Chennai said his condition has deteriorated, warranting maximal life support. ഇവിടെ വെറ്ററൻ എന്ന് പറഞ്ഞാൽ പാഠവുമുള്ള എന്നുള്ളതാണ് അർത്ഥം. അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേബാക്ക് സിംഗറാണ് SP ബാലസുബ്രഹ്മണ്യം. ബാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ പോരാടുക. എന്തിനോടാണ് പോരാടുന്നത്? COVID-19നോട്. സിൻസ് ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം മുതൽ. അതായത് സിൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടാണല്ലേ. ഈസ് ഇൻ ആൻ എക്സ്ട്രീംലി ക്രിട്ടിക്കൽ കണ്ടീഷൻ, വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. ദ ഹോസ്പിറ്റൽ ട്രീറ്റിംഗ് ഹിം സെഡ് ഓൺ തേഴ്സ്ഡേ. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകാരാണ് ഇത് അറിയിച്ചത്. മെഡിക്കൽ കുറിപ്പുകൾ പുറത്തു വിടും അല്ലേ ഹോസ്പിറ്റലിൽ. ഫ്രം MGM Healthcare ഇൻ ചെന്നൈ. അവരെന്താണ് പറഞ്ഞത്? ഹിസ് കണ്ടീഷൻ ഹാസ് ഡിറ്റോറിയേറ്റഡ് എന്ന് പറഞ്ഞാൽ വഷളാകുക എന്നാണ് അർത്ഥം. വാറണ്ടിങ്, മാക്സിമൽ ലൈഫ് സപ്പോർട്ട്. വാറണ്ടിങ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് നൽകുക, കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്? മാക്സിമൽ ലൈഫ് സപ്പോർട്ടാണ്. ജീവൻ നിലനിർത്താനുള്ള എല്ലാ യന്ത്രങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. സിംഗർ SP ബാലസുബ്രഹ്മണ്യം, എക്സ്ട്രീംലി ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ. വെറ്ററൻ പ്ലേബാക്ക് സിംഗർ SP ബാലസുബ്രഹ്മണ്യം, ബാറ്റ്ലിംഗ് COVID-19 since last month, is in an extremely critical condition, the hospital treating him said on Thursday. A bulletin from MGM Healthcare in Chennai said his condition has deteriorated, warranting maximum life support. ഇനി കേരളത്തിലെ കോവിഡിൻ്റെ സ്ഥിതിയെപ്പറ്റി ഇന്നലെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? കേരള adds 11,000 COVID cases in 2 days. CM says situation grave. 11,000 പുതിയ കോവിഡ് കേസസ് ആണ് ഈ 2 ദിവസം കൊണ്ട് വന്നത്. നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? സിറ്റുവേഷൻ ഗ്രേവ് എന്നാണ് പറഞ്ഞത്. ഗ്രേവ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഓൺ തേഴ്സ്ഡേ the state reported 6,324 new cases, the highest daily cases in the state so far. ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടിയതാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എത്രയാണ്? 6,324 കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ഫാർ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നുള്ളതാണ്. A day earlier it had reported 5,376 cases. ഒരു ദിവസം മുമ്പ് 5,376 കേസസാണ് റിപ്പോർട്ട് ചെയ്തത്. ക്രോസിംഗ് ദ 5,000 മാർക്ക് ഫോർ ദി ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് 5,000 നമ്മൾ ക്രോസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ എന്താണ്
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം. എന്തായാലും നമ്മൾ ടെൻസിൻ്റെ ക്ലാസ് അല്ല, അതുകൊണ്ട് കാണുക. ദ സ്റ്റേറ്റ് നൗ ഹാസ് മോർ ദാൻ 1.54 lakh കൺഫേംഡ് കേസസ് ഓഫ് വിച്ച് നിയർലി 46,000 ആർ ആക്റ്റീവ്. നമുക്ക് സ്റ്റേറ്റിൽ ആകെ 1,54,000 കൺഫേംഡ് കേസസ് ഉണ്ടായിരുന്നു. അത്രയും പേർക്ക് കോവിഡ് പിടിച്ചായിരുന്നു. അതിനകത്ത് തന്നെ 46,000 പേർക്ക് ഇപ്പോഴും കോവിഡ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്കൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. കേരള ആഡ്സ് 11,000 COVID cases in 2 days. CM says situation grave. On Thursday, the state reported 6,324 new cases, the highest daily cases in the state so far. A day earlier, it had reported 5,376 cases, crossing the 5,000 mark for the first time. The state now has more than 1.54 lakh confirmed cases, of which nearly 46,000 are active. ഇതിപ്പോൾ ഭാരത് ബന്ദാണ്, അതായത് ഒരു പുതിയ ലെജിസ്ലേഷൻ, ഒരു ഫാം ലെജിസ്ലേഷൻ പാർലമെൻറ്റ് പാസ്സാക്കി അതിനെതിരെ ഭയങ്കരമായ പ്രൊട്ടസ്റ്റ് നടക്കുന്നതെന്ന് ഭാരത് ബന്ദാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഭാരത് ബന്ദ് ടുഡേ, കോപ്സ് ഓൺ അലേർട്ട് അറ്റ് UP border. രാഹുൽ says the new bill will enslave farmers. ഭാരത് ബന്ദാണ് ഇന്ന്. അതുപോലെ തന്നെ UPയുടെ ഉത്തർപ്രദേശിൻ്റെ ബോർഡറിലുള്ള കോപ്സ് എന്ന പോലീസുകാരെന്നുള്ളതാണ്. അവർ ഹൈ അലേർട്ടിലാണ്. എന്ന് പറഞ്ഞാൽ അലേർട്ട് എന്ന് പറഞ്ഞാൽ അവരോട് ജാഗരൂകരായിട്ടിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? ദ ന്യൂ ബിൽ, പുതിയ ആ ബില്ല്, ഒരു ഫാം ലെജിസ്ലേഷൻ, ഒരു ഫാം ബില്ല് പാസ്സാക്കി. നമ്മൾ ഇന്നലത്തെ വാർത്ത കണ്ടതാണ് അല്ലേ. വിൽ എൻസ്ലേവ് ഫാർമേഴ്സ്. എൻസ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമയാക്കുക എന്നുള്ളതാണ്. അത് അടിമയാക്കും ഫാർമേഴ്സിനെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. After holding separate protests, the Bharatiya Kisan Union and several other organizations on Friday are holding a national-wide demonstration against 3 contentious farm legislations which were passed by the parliament earlier this week. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് പ്രൊട്ടസ്റ്റുകൾ, പ്രതിഷേധങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇന്ന് ഭാരതീയ കിസാൻ യൂണിയനും അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻസും എന്താണ് ഇന്ന് ഹോൾഡ് ചെയ്യുക പറഞ്ഞാൽ നടത്തുക. എ നാഷണൽ വൈഡ് ഡെമോൺസ്ട്രേഷൻ. ഇന്ന് രാജ്യം മുഴുവൻ ഒരു പ്രകടനം, ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രകടനമാണ്. എഗ്നിസ്റ്റ്, എന്തിനെതിരെ? 3 കണ്ടൻറ്റിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദപൂർണമായിട്ടുള്ള ഫാം ലെജിസ്ലേഷൻസ്, 3 നിയമങ്ങൾ പാസ്സാക്കി, വിച്ച് വെർ പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഏർലിയർ ദിസ് വീക്ക്. പാർലമെൻറ്റ് ഈ ആഴ്ചയിൽ പാസ്സാക്കിയ 3 ബില്ലുകൾക്കെതിരെയാണ് ആ പ്രതിഷേധം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഭാരത് ബന്ദ് ടുഡേ, കോപ്സ് ഓൺ അലേർട്ട് അറ്റ് UP border. രാഹുൽ says new bill will enslave farmers. After holding separate protests, the Bharatiya Kisan Union and several other organizations on Friday are holding a national-wide demonstration against 3 contentious farm legislations which were passed by parliament earlier this week. ഇനി മറ്റൊരു കാര്യം, UPയുടെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റം ചെയ്തവർ, ക്രൈം അഗൈൻസ്റ്റ് വിമൻ. UP CM asked officials to put up name and shame posters. UPയുടെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് പോസ്റ്റേഴ്സ് പതിക്കണം, ആളുകൾ കാണുന്ന സ്ഥലത്തൊക്കെ പോസ്റ്റേഴ്സ്. ആരുടെ പോസ്റ്റേഴ്സ്? ഈ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തുന്നവരെ അല്ലെങ്കിൽ സ്ത്രീകളെ അവഹേളിക്കുന്നവരുടെ പേരും പടവുമൊക്കെ വെച്ച് അവരെ അവഹേളിക്കണം സമൂഹ മധ്യത്തിൽ. അതിനുള്ള പോസ്റ്റേഴ്സ് എല്ലായിടത്തും പതിപ്പിക്കണം എന്നാണ് UPയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ഓൺ Thursday directed officials to name and shame people involved in eve teasing and harassment of women by putting up posters carrying their names and photos in public places. യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, അവരെ നിയോഗിച്ചു, ടു നെയിം ആൻഡ് ഷെയിം പീപ്പിൾ. നെയിം ആൻഡ് ഷെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പടമൊക്കെ വെച്ച് അവരാരാണെന്ന് അവരുടെ പേരൊക്കെ വെച്ച് അവരെ അധിക്ഷേപിക്കുക എന്നുള്ള സമൂഹ മധ്യത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതാണ് ഈ നെയിം ആൻഡ് ഷെയിം എന്ന് പറയുന്നത്. എന്തിനകത്തൊക്കെ ഉൾപ്പെട്ടവരെ? ഈവ് ടീസിങ് എന്ന് പറഞ്ഞാൽ, ഈവ് ടീസർ എന്ന് പറഞ്ഞാൽ പൂവാലൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈവ് ടീസർ. ഓക്കെ, അപ്പോൾ ഇത് പുതിയൊരു വേർഡാണ് അല്ലേ. അപ്പോൾ തന്നെ ഹരാസ്മെൻറ്റ് ചെയ്യുന്ന, ഹരാസ്മെൻറ്റ് എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. ശല്യം ചെയ്യുക, പീഡിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓഫ് വിമൻ, ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ബൈ പുട്ടിങ് അപ്പ് പോസ്റ്റേഴ്സ്. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുക. ക്യാരിയിങ് ദർ നെയിംസ് ആൻഡ് ഫോട്ടോസ്, അവരുടെ പേരും ഫോട്ടോസും എവിടെ? പബ്ലിക് പ്ലേസസിൽ. പബ്ലിക് പ്ലേസസ് എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളിൽ, പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കണം എന്നാണ് അദ്ദേഹം. നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. ക്രൈം അഗൈൻസ്റ്റ് വിമൻ, UP CM asked officials to put up name and shame posters.
Chief Minister Yogi Adityanath on Thursday directed officials to name and shame people involved in eve-teasing and harassment of women by putting up posters carrying their names and photos in public places. ഇനി ഇന്ന് നമ്മൾ പഠിച്ച 14 വാക്കുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, ഗ്രേവ് എന്ന വാക്ക് ഗൗരവപരമായിട്ടുള്ള എന്നാണ് അർത്ഥം. എൻസ്ലേവ് അടിമയാക്കുക. കണ്ടൻറ്റിയസ് എന്ന് പറഞ്ഞാൽ വിവാദപൂർണമായ എന്നാണ് അർത്ഥം. ക്രിറ്റിക്കൽ ഗുരുതരമായ. വെറ്ററൻ പാടവമുള്ള. ഡിറ്റോറിയേറ്റ് എന്ന് പറഞ്ഞാൽ വഷളാകുക എന്നാണ് അർത്ഥം. ലെജൻഡറി ഐതിഹാസികമായ. എൻട്രോൾഡ് എന്ന് പറഞ്ഞാൽ വശീകരിച്ച. വാറന്റ് ഉറപ്പ് നൽകുക. ലൈഫ് സപ്പോർട്ട് ജീവൻ രക്ഷായന്ത്രം. പുട്ടപ്പ് പ്രദർശിപ്പിക്കുക. ഡയറക്റ്റ് നിയോഗിക്കുക. ഈവ് ടീസർ പൂവാലൻ. ഹരാസ്മെൻറ്റ് ശല്യം ചെയ്യുക, പീഡിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.